പൊതുവെ ആനകളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആനകളെ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ആനയുടെ വലിപ്പമാണ്, അതിനുള്ള കൗതുകമാണ്. അതിൻ്റെ ഒരു രൂപം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള രൂപമാണ്. അതിൻ്റെ മൂക്ക് കണ്ടില്ല, തുമ്പിക്കൈ ഇങ്ങനെ പോകുന്നു, കൊമ്പ് വളഞ്ഞ വലിയ കൊമ്പ്, ചെവി, അതിൻ്റെ രൂപം, ഇതെല്ലാം കൂടെ കണ്ട ഇതൊരു ആനയെന്ന് പറഞ്ഞാൽ ഒരു ചന്തമാണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കൗതുകമാണ്. അപ്പോൾ നാട്ടാനകളുള്ള സ്ഥലങ്ങളിൽ പോലും ആൾക്കാർ തടിച്ചു കൂടാറുണ്ട് ഈ ആനകളെ കാണാൻ. അതുപോലൊക്കെ ഉള്ളൊരു കൗതുകമുണ്ട് ഈ കാട്ടാനകളെ ആൾക്കാർക്ക് കാണാൻ. കേട്ടെ, ഒരു കാട്ടാന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടിരിക്കട്ടെ, അവിടെ ഒരു ജനക്കൂട്ടം കൂടാനുള്ളതിൻ്റെ പ്രധാന കാരണം അതിനെ കാണുക എന്നുള്ളതാണ്. അതിനോടുള്ള ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒരു ക്യാമറയിൽ പകർത്തണം, എങ്ങനെയെങ്കിലും ഒരു മൊബൈലിൽ പകർത്തണം, അതിനെ ഒന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഈ ആൾക്കാർ തടിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പം പല വീഡിയോസിലും അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിലും ഒക്കെ കാണാറുണ്ട്, ഒരു നാട്ടിലേക്കൊക്കെ ഒരു ആന ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ജനങ്ങൾ തടിച്ചു കൊടുക്കും. ജനങ്ങൾ തടിച്ചു കൂടാനുള്ള പ്രധാന കാരണം ഭയം കൊണ്ടല്ല, അവർ കാണാൻ, അതായത് ആനയെ ഒരു നോക്ക് കാണാൻ. ഈ കാട്ടിൽ നിന്നുള്ള ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഞാൻ മിക്കപ്പോഴും കാട്ടിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ കാടിനകത്തൊക്കെ പോയുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ആനയെ കാണാനെന്നും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാലൊന്നും കിലോമീറ്ററോളം ചിലപ്പോൾ ആനയെ കണ്ടില്ലെന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാട്ടാന നാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതിനെ കാണാൻ ആൾക്കാർ തടിച്ചു കൂടുക എന്ന് പറയുന്നത് അതൊരു അസുലഭമായ നിമിഷമാണ്. ആൾക്കാരത് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. ആന എന്നും ഒരു ചന്തമുള്ള ഒരു ജീവിയാണ്. ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ ജീവിയും അതിനെ കാണാൻ ആൾക്കാർക്ക് ഭയങ്കര കൗതുകമുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാട്ടാനയുടെ വിഷ്വൽസ് കാണാം.